ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പൂമ്പാറ്റയും കുഞ്ഞാറ്റയും കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കത്തിലാണ്. പുറത്ത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മഴയിൽ പൊതച്ചുമൂടി കിടന്നുറങ്ങിയാണ് രണ്ടാളും. പിന്നെ ഞാനൊട്ടും മടിച്ചില്ല, ഒരു അടിപൊളി ചക്ക തന്നെ വേവിക്കാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം മഴ സമയത്താണ് ചക്ക കഴിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ മോഹം ഉണ്ടാകുന്നത് കേട്ടോ. ചക്ക വെന്തപ്പോഴേക്കും അതിൻ്റെ മണം തട്ടി പൂമ്പാറ്റയും കുഞ്ഞാറ്റയും എഴുന്നേറ്റു. പിന്നെ അച്ഛന് കുറച്ച് ചക്ക കൊടുത്തപ്പോൾ അതിൽ നിന്ന് പിടിവലിയായി കേട്ടോ. നമ്മൾ ചക്കയൊന്നും കൊടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു. ചക്ക കഴിക്കുമോ എന്നറിയാൻ വേണ്ടി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. രണ്ടു പേർക്കും ഇഷ്ടമായി, കാരണം എരിവൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ബീട്രൂട്ട് തോരനും ചീമച്ചക്കയുടെ കറിയും, വൈകുന്നേരമായപ്പം കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാള കൊണ്ടുള്ള ഒരു മുളക് കറിയും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നൈറ്റ് ഫുഡ് മഴയൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. കണ്ടോ, ചൂട് പറക്കുന്ന ചാളക്കറിയാണ്, പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് കണ്ടത് ഇതുപോലെ നല്ല മഴ പെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കാരണം ഏറെ വൈകിയാണ് നമ്മൾ ഉറക്കം എഴുന്നേറ്റത്. കാരണം ചേട്ടനൊന്നും ഡ്യൂട്ടിക്കൊന്നും പോകണ്ടാത്ത ഒരു ദിവസമായിരുന്നു. പിന്നെ മക്കളുടെ ബർത്ത്ഡേ ജൂൺ 7-ാം തീയതി ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, രണ്ടുപേരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. രണ്ടുപേർക്കും മടിയാണ് ഉറക്കം എഴുന്നേൽക്കാൻ, കാരണം നല്ല തണുപ്പാണ്. ഞാൻ ഒന്നുകൂടെ കിടക്കുകയാണ് അമ്മേ, എന്നെ ഇപ്പോഴേ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ടൊന്നും കൊണ്ടുപോകല്ലേ, നമ്മൾ ഇച്ചി കൂടെ കിടന്നിട്ട് വരാം എന്ന രീതിയിലാണ് രണ്ടുപേരും കിടക്കുന്നത്. എന്നാൽ കൂടി അധിക നേരമൊന്നും രണ്ടുപേരും കിടക്കാറില്ല കേട്ടോ. കുറച്ച് സമയം ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവുക ടാറ്റ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ചാടി വന്നു കേട്ടോ. കൂടാതെ ചേട്ടനുണ്ടായിരുന്നു അടുത്ത്. ചേട്ടൻ നിൽക്കുന്ന കണ്ട് ഷർട്ട് അങ്ങോട്ട് ഇടുന്ന കണ്ടു കേട്ടോ, രാവിലെ കടയിലോട്ട് പോകാൻ. പിന്നെ ഒന്നും നോക്കാറില്ല കേട്ടോ, ചാടി രണ്ടും കൂടെ ഇടി കയറിയിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അച്ഛൻ കണ്ടപ്പോൾ അച്ഛൻ ഷർട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് രണ്ടുപേർക്കും കത്തിയിട്ടുണ്ട്. രണ്ടും ചാടി കയറിയാണ് കേട്ടോ, ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ്. രണ്ടും കൂടെ ചാടി ഇടി കയറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് ചേട്ടനുള്ള സമയത്ത് എപ്പോഴും നടക്കുന്ന പതിവ് കാഴ്ച തന്നെയാണ് കേട്ടോ. രണ്ടുപേരും എപ്പോഴും ഒരുപോലത്തെ ഡ്രസ്സ് തന്നെ ഇടാറുള്ളത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടുപേരും രണ്ട് കളർ ഡ്രസ്സ് ഇടുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് യൂറിൻ പാസ് ചെയ്യുമ്പോഴും അവർ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നനയുമ്പോഴും അങ്ങനെയൊക്കെയാണ് മാറ്റിയിടാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അവർക്ക് എപ്പോഴും ഒരുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി, ചേട്ടൻ നേരെ എടുത്ത് ഹാളിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് പാട്ടൊക്കെ ഇട്ട്, ഇവർക്ക് ഡാൻസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ടുപേരും തുള്ളാൻ തുടങ്ങും കേട്ടോ. അതെന്താണെന്നറിയില്ല, ഒരുപക്ഷെ ഞാൻ ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ടി വിയിൽ പാട്ട് വന്നതും രണ്ടുപേരും നിർത്താതെ അങ്ങോട്ട് തുള്ളലായി കേട്ടോ. തുള്ളുന്ന കാര്യത്തിൽ ആരാണ് മുൻപന്തിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പൂമ്പാറ്റയായിരുന്നെങ്കിലും ഇപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണ് ഒട്ടും വിട്ടുകൊടുക്കാണ്ട് ഡാൻസ് കളിക്കുകയാണ്. ഒരാൾ കൈ കൊണ്ടും തല കൊണ്ടുമൊക്കെ സ്റ്റെപ്പ് ഇടുമ്പോൾ മറ്റൊരാൾ കൈയൊക്കെ നിവർത്തി ആടുകയാണ് കേട്ടോ. അവരുടെ ഡാൻസ് അവിടെ പുരോഗമിക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ വന്ന് എൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതെല്ലാം ചെയ്യാൻ വേണ്ടി കരുതി ആദ്യം തന്നെ കുഞ്ഞിക്ക് വേണ്ടിയുള്ള കുറുക്കും കാര്യങ്ങളെല്ലാം കാച്ചാൻ വേണ്ടിയും പിന്നെ ചേട്ടന് ചായയും അച്ഛനുള്ള തേയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള രാവിലത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് രാവിലെ കൂട്ടാനും കറിയും ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പർച്ചേസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ പോവേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് ചേട്ടന് ഫുഡൊന്നും കൊണ്ടുകൊണ്ട് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് നല്ല വൈകി തന്നെയാണ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ എഴുന്നേൽക്കാൻ നല്ല മടിയായിരിക്കും. അതുമാത്രമല്ല കുഞ്ഞുങ്ങൾ ഉറക്കമൊക്കെ ഉണരാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കുത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനും പറ്റില്ല. അവരെ ഒരു ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെയാണ് അടുക്കളയിലേക്ക് വരാനും കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം തിരക്ക് പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയുടെ കാര്യമായിട്ട് അതിൻ്റെ പിറകെ ഓടി നടക്കുകയാണ് ചേട്ടൻ. എല്ലാ കാര്യത്തിനും ചേട്ടൻ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കിലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുന്നതായിക്കോട്ടെ, ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും പിറകെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതും എടുക്കുന്നതും കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഒരു സമയത്ത് ഹാളിൽ നിൽക്കുകയാണ്. കുറച്ച് സമയമൊക്കെ ഈ ഹാളിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടന്ന് അവിടെ ഡാൻസും കളിച്ചൊക്കെ ഇരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നേരെ അടുക്കളയിലേക്ക് രണ്ടുപേരും വരുന്നതാണ് പിന്നെ കാണുന്നത്. പിന്നെ അടുക്കളയിൽ വന്ന് കുറച്ച് അവരുടേതായിട്ടുള്ള കുരുത്തക്കേടുകളായിരിക്കും എപ്പോഴും കാണിക്കുന്നത്. ആ കുരുത്തക്കേട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളിലേക്ക് തന്നെ എത്തും കേട്ടോ. അവർ കുറച്ച് സമയം അവരുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് മറ്റാരെയും അടുപ്പിക്കില്ല. അവർക്കിപ്പോൾ ഒരു കളിപ്പാട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്.
കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം വെച്ച് അടുത്തിരിക്കുന്ന ആളെ തല്ലുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കണ്ടോ. നമ്മളങ്ങനെ ചെയ്യരുത് മോളെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്ന് കൊടുക്കും. പിന്നെ അവർക്കുള്ള പതിവ് പാപ്പം ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് പാപ്പം, അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അത് 2 പേർക്കുള്ള പടിയാണ്. കഴിച്ചോ ഇല്ലയോ അത് നമുക്ക് കിട്ടിയിരിക്കണം എന്ന രീതിയാണ് 2 പേരും കേട്ടോ. അത് പിന്നെ നമുക്ക് തരേണ്ടതായിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. അതെന്ത് കഴിച്ചാലും വെച്ച് നീട്ടും, എന്ന ഒരു രീതിയിൽ 2 പേരും തരുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കക്ഷികൾ തന്നെയാണ്. പക്ഷേ കുരുത്തക്കേടെന്ന് പറഞ്ഞത് അങ്ങേയറ്റമാണ് 2 പേരുടെ കയ്യിൽ. ഈ ഒരു പ്രായമല്ലേ, കയ്യിലിരിക്കുന്ന പീപ്പി താഴെ വെച്ചിരിക്കുകയാണ്. ആ പീപ്പി ഡേഞ്ചർ ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പിടിച്ച് വാങ്ങിച്ചു വെച്ചു കേട്ടോ. അല്ലെങ്കിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവും, ആരെങ്കിലും കണ്ണി കുത്തുകയോ തലമണ്ടയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് ചായയെല്ലാം തിളച്ച് ചായയെല്ലാം റെഡിയാക്കുകയാണ് ഞാൻ കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കും ആ ഒരു സമയത്ത് കാച്ചി വെക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എടുപ്പും കാര്യങ്ങളുമായിട്ട് തന്നെയായിരുന്നു നമ്മൾ തിരക്കായി നടന്നിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഓരോ കടയിലും കയറി ഇറങ്ങി വരുന്ന സമയത്ത് 2 പേരും ടിൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്കിപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇപ്പം കിട്ടണമെന്നില്ല. ഒന്നുകിൽ കളറ് കറക്റ്റായിരിക്കില്ല, പിന്നെ കറക്റ്റ് അളവ് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഡാമേജ് പീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ അതിൻ്റേതായ കാര്യങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടക്കണം കേട്ടോ. അത് ഇപ്പം ചെരുപ്പായിക്കോട്ടെ, ഒരേ കടയിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഓരോരോ പീസേ കാണും. ഇപ്പം 4 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ച് അളവാണെങ്കിൽ അതിൻ്റെ കറക്റ്റായി പ്രോപ്പറായിട്ടുള്ളതൊന്നും കിട്ടാറില്ല. അതെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി വാങ്ങിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇവർ 2 പേരെയും ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഒരു കടയിൽ കൊണ്ടുപോയി വാങ്ങിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അധികം സമയം തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അപ്പം നമ്മളവരെ അടുത്തുള്ള അവരുടെ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏൽപ്പിച്ചിട്ട് പോയാലും പെട്ടെന്ന് തന്നെ വരേണ്ടതായിട്ടുണ്ട്. കാരണം അവർ അധിക സമയം ഇങ്ങനെ നമ്മളെ എന്നെ കാണാതിരിക്കുക, ഫീഡിങ് സമയമൊക്കെ ആവുന്ന സമയത്തെ കറക്റ്റ് സമയത്ത് നമ്മൾ എത്തണം, അല്ലെങ്കിൽ അവർ കരഞ്ഞ് നിർബന്ധമൊക്കെ പിടിക്കും കേട്ടോ. അതങ്ങനെ തന്നെയാണ് 2 പേരും. അതുകൊണ്ട് അധികം പുറത്ത് പോക്കും കാര്യങ്ങളൊന്നും ഇവരെ വെച്ചുകൊണ്ട് നടക്കുന്ന ഏർപ്പാടല്ല. പിന്നെ ഈ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളവരെ നിർബന്ധമാണെങ്കിൽ കൂടി പെട്ടെന്ന് എവിടെ പോയാലും പെട്ടെന്ന് പോയിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ കുറുക്ക് എല്ലാം ഞാൻ അനത്തി റെഡിയാക്കി വെച്ചു കേട്ടോ. രാവിലെ നമ്മളിപ്പം പുറത്ത് പോകേണ്ടതായ സമയമായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് അവരുടെ വിശപ്പെല്ലാം അവർ ഏത് സമയത്ത് എഴുന്നേൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇത്ര സമയത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സമയം വരെ അവർക്ക് വിശക്കത്തില്ല. പിന്നെ ആ ഒരു സമയത്ത് പുറത്ത് പോയാൽ നമ്മൾ നേരത്തെ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ പോയ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ പെട്ടെന്ന് തന്നെ എത്തണം. അങ്ങനെ കുറുക്കെല്ലാം അനത്തി കാച്ചി വെച്ച ശേഷം അരി അടുപ്പിടാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ, ചോറൊക്കെ കൊടുക്കുന്ന സമയമൊക്കെ ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അരിയെല്ലാം അടുപ്പിട്ട് കറിയൊക്കെ വെച്ച ശേഷം പോകാമെന്ന് തന്നെ കരുതി കേട്ടോ. പിന്നെ രാവിലെ കുളിയും അവർക്ക് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് അടുത്ത് കൊടുത്താൽ മതിയാകും. നല്ലൊരു തലയിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമായിരിക്കും ചില സമയത്ത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചാടി എഴുന്നേൽക്കും കേട്ടോ. അത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ. ചില നേരങ്ങളിൽ നല്ല ടൈം എടുത്ത് അവർ ഉറങ്ങാറുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് ഞെട്ടി ഉണർന്നാൽ കൂടി ഞാൻ ഉണ്ടെങ്കിൽ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്ത് അങ്ങ് ഉറക്കാറുണ്ട് കേട്ടോ. നമ്മളില്ലാത്ത സന്ദർഭങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് കരയുകയാണെങ്കിൽ നിർത്താതെ കരഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരടുക്കളയിൽ അവരുടേതായിട്ടുള്ള കലാപരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ 2 ആളും. ഈ സമയത്ത് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അവർ താഴെ ഇരുന്ന് അവരുടെ കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് കളിക്കുകയാണ്. ഒരാൾ ഇഡലി ഉണ്ടാക്കാൻ ഒരുങ്ങിയാണെന്ന് തോന്നുന്നു. ഒരാൾ അപ്പുറത്തിരിക്കുന്ന ഉള്ളിപ്പാത്രത്തിൽ കൈയിട്ടിട്ടുണ്ട്, അതെല്ലാം വാരി താഴെ ഇടാനാണ്. എൻ്റെ മെയിൻ പരിപാടി എല്ലാം പറക്കി നേരെ വെക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് ഇവരതെല്ലാം വാരി വലിച്ച് താഴെ ഇടുന്ന ആണ് കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് എല്ലാം അടുക്കി പറക്കി വീണ്ടും എടുത്ത് കറക്റ്റ് സ്ഥലത്ത് വയ്ക്കും, വീണ്ടും വലിച്ച് വാരിയിടും. ഇതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. എവിടെ വെച്ചാലും ഒരു സമയം കഴിയുമ്പോൾ ഇതുപോലെ എൻ്റെ കാല് ചുറ്റി വളഞ്ഞങ്ങ് നിൽക്കും. ഒരാൾ മാത്രമല്ല, 2 പേര് 2 സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കും കേട്ടോ. നിർത്താതെ കരയുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കാരണം അവർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ തറയിൽ കിടന്നൊക്കെ ഉരുണ്ട് കളയും കേട്ടോ.
അങ്ങനെ ഒരാൾ എടുത്ത് വെച്ച് കയ്യിൽ വെച്ച് ആ നിർബന്ധം നിർത്തുന്ന സമയത്ത് അടുത്ത ആൾ ഇത് കണ്ടു. ഒരാളിങ്ങനെ കയ്യിലിരിക്കുന്നുണ്ട ആ കളിച്ചുകൊണ്ടിരുന്ന ആൾ കൂടി വരും. പിന്നെ ആളും കൂടെ കൈ പൊക്കി അങ്ങ് നിൽക്കും, എന്നെ എടുത്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ. പിന്നെ അടുത്ത ആൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല, രണ്ടുപേരെയും എടുത്തേ പറ്റും. പിന്നെ ഞാൻ കുറച്ച് നേരം രണ്ടുപേരെ എടുത്ത് വയ്ക്കും, കുറച്ച് നേരം അവർ രണ്ടുപേരും താഴെ ഇരുത്തി ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ. ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി നട്ടലിന് നല്ലൊരിത് പിടുത്തം വരും കേട്ടോ. കാരണം എനിക്ക് അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു നട്ടലിനെ ഒരു അനസ്തേഷ്യ എടുത്തതിന് ശേഷം നട്ടലിനൊരു കൊളുത്തിപ്പിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം നേരം ഞാൻ റിസ്കി ഫാക്ടറായിട്ടൊന്നും തന്നെ ചെയ്യാറില്ല. ഒരുപാട് നേരം ഇങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അത് ഇവർക്ക് ഇങ്ങനെ കയ്യിലിരിക്കുന്ന രണ്ടുപേർക്കും ഇഷ്ടം ഇങ്ങനെ കറക്കി ചുറ്റി കളിപ്പിക്കുക. അതൊക്കെ കുറച്ച് സമയത്തേക്ക് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് തറയിരുത്തി അല്ലെങ്കിൽ മടിയിരുത്തി ഇങ്ങനെ വെച്ചിരിക്കും. അധികവും ഫീഡ് ചെയ്ത് ഒരുമിച്ച് നിർബന്ധം പിടിച്ച് കരയുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ ഫീഡ് ചെയ്ത് ഉറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ട്വിൻസ് ബേബീസിൻ്റെ അമ്മമാരെല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുന്നത്. കേൾക്കുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അധികം നിർബന്ധമായ ആരെക്കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷന് അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് പറ്റില്ലായിരുന്നു. ഇപ്പം അതൊക്കെ പഠിച്ച് ഇപ്പം ഇതെല്ലാം നമ്മൾ പറയുന്നില്ലേ, സാഹചര്യമാണ് നമ്മളെ സിറ്റുവേഷൻ നമ്മളങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേട്ടൻ ഇന്ന് പുറത്ത് പോയി ചൂര ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൂപ്പർ ചൂരക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചൂരയെല്ലാം പുറത്തുനിന്ന് കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ മക്കളുടെ വാശി കാരണം ഞാൻ കൊണ്ടുപോയി മക്കൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ കുറുക്കെല്ലാം അനത്തി അവർക്ക് വിശക്കുന്ന സമയത്ത് നല്ല നിർബന്ധം പിടിക്കും. ഇതുപോലെ വന്ന് അടങ്ങി എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് തരും കേട്ടോ. അപ്പോൾ അധികം ഇങ്ങനെ തട്ടിയൊന്നും കളയത്തില്ല. വിശക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര നിർബന്ധം പിടിച്ചാലും വായി കുത്തിക്കയറ്റി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്കറിയാം ഒരു സമയം അവർക്ക് ഈ ഒരു സമയത്ത് വിശക്കും എന്നുള്ള കാര്യം നമുക്കിപ്പം അറിയാൻ കഴിയും. ഒരു സമയത്ത് കൊടുക്കും. ചില ദിവസങ്ങളിൽ ഒട്ടും കഴിക്കാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അത് എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ഇവർ നിർത്താതെ കരയോ ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാൻ കഴിയും. പിന്നെ ഇവർക്ക് വയറിന് വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നും ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ. അത് കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എപ്പോഴും കൊടുക്കണ്ട. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഇപ്പം വയറിന് ഫുഡ് ദഹിക്കാത്ത അവസ്ഥയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിർത്താതെയൊക്കെ കുഞ്ഞുങ്ങൾ കരഞ്ഞ് കളയും കേട്ടോ. അതൊക്കെ ഡോക്ടറെ കണ്ട് വാങ്ങിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മളെപ്പോഴും കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ട് എന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പാവയ്ക്കൊക്കെ മഞ്ഞൾ ഉപ്പും എല്ലാം ചേർത്ത് കുറച്ച് നേരം വെച്ച് അതും എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ അപ്പുറത്തെ സൈഡിൽ ചൂരക്കറി ഏറ്റെടുത്തു. ചൂര ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പലരും പല രീതിയിലാണ്. ഇന്ന് തേങ്ങ അരച്ചല്ലായിരുന്നു, അല്ലാതെ മുളകും മല്ലിയും എല്ലാം കൂടെ വറുത്ത് ആ ഒരു രീതിയാണ് ചേട്ടൻ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ പിണമ്പുള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരമ്മ നമുക്ക് ചക്കപ്പഴം കൊണ്ട് തന്നെയാണ് കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അതിലൊക്കെ എല്ലാവരും അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന നല്ല സഹകരണമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ടോ, അപ്പോഴേക്കും ചേട്ടൻ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാവയ്ക്ക് ഇപ്പുറത്തെ സൈഡ് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാൻ വെച്ചു കേട്ടോ. അത് മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും എല്ലാം നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് പച്ചമുളക് അങ്ങനെയുള്ള എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് അതിലേക്ക് തക്കാളിക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിയും നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്താണ് അതിലേക്ക് ഓൾറെഡി അരച്ച് വെച്ചിരുന്ന മുളക്, മല്ലിപ്പൊടി അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള അരപ്പ് നന്നായിട്ട് മിക്സിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കി തണുപ്പിച്ച് അരച്ച് എടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അത് നന്നായിട്ട് കുറുക്കി വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് രീതിയിൽ ഇങ്ങനെ എടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച പിണമ്പുളിയും എല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വേണ്ട ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. തിളയ്ക്കാൻ വെച്ച ശേഷമാണ് നമ്മുടെ ചൂരക്കുട്ടന്മാർ ഇതിനകത്തേക്ക് ഇടേണ്ടത് കേട്ടോ. ചൂര അങ്ങനെ
എല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് വരുന്നവരെ അടുപ്പിൽ മൂടി വെച്ച് വേവിച്ച് അടിപൊളി നല്ല ചൂരക്കറി റെഡിയായി കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ, കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ മീൻ കറിയാണ്. പിന്നെ കരിവേപ്പില നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് സാധനം തന്നെയല്ലേ. തമിഴുടെ മല്ലിയിലകളും മറ്റുമൊക്കെയാണ് സാമ്പാറും മറ്റുള്ളതൊക്കെ ഇടുന്നതെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് കരിവേപ്പില അല്ലേ. കരിവേപ്പില ഇല്ലാതെ എന്ത് മലയാളിയല്ലേ. കറിവേപ്പിലയും തേങ്ങയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റേതായ തനതായ രുചിയെ വിളിച്ചറിയിക്കുന്നതാണ്. അങ്ങനെ പാവയ്ക്ക ഇങ്ങനെ ഒരു സൈഡിലൂടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അധികമായിട്ട് ഇളക്കുന്നതിന് ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഇളക്കണ്ട, അതന്നെ ഫ്രൈ ആയിക്കോളുമെന്ന് കേട്ടോ. അങ്ങനെ മറ്റൊരു സൈഡിൽ കൂടി ഞാൻ രസം വയ്ക്കുകയാണ് കേട്ടോ. ചേട്ടൻ മീൻകറിയൊക്കെ വെച്ച് ചേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, വീണ്ടും പുറത്തോട്ടൊന്ന് പോയി. പിന്നെ ഞാനും ചേട്ടനും കൂടി പോയി മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു കേട്ടോ. കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓടി നടക്കുകയാണ്.